നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ട്രാൻസ്ഫോമർ പരിചയപ്പെടുത്തി. അത് കണ്ടോ, ഏഞ്ചൽ ട്രാൻസ്ഫോമർ എന്നതിന്റെ പേര് ഏഞ്ചൽ. ഈ ഏഞ്ചൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്ന് ഏഞ്ചലേറ്റിന്റെ വിശേഷങ്ങളുമായാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ട്രാൻസ്ഫോമർ മാത്രമല്ല, ഇത് കണ്ടോ, ഇത് AB സ്വിച്ച് ആണ്. ഇതിന്റെ പേരും ഏഞ്ചൽ ലൈൻ AB സ്വിച്ച് ആണിത്. ഈ ഒരു ട്രാൻസ്ഫോമറിനും ഒരു AB സ്വിച്ചിനും എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ പേര് വന്നതെന്ന് നമുക്കറിയണ്ടേ? അത് നമുക്ക് ഏഞ്ചലോട്ടിനോട് തന്നെ ചോദിച്ചറിയാം. ഏഞ്ചലേറ്റിനെ കണ്ടേ, ദാ വരണം. ഏഞ്ചലേറ്റിന്റെ AB സ്വിച്ചും ട്രാൻസ്ഫോമറും ഒക്കെ നമുക്കൊന്ന് കുറച്ച് ആൾക്കാരെ കാണിക്കാനുണ്ട്. അതിനോട് ഇത് ഹെൽമെറ്റൊക്കെ കൂടട്ടെ. എന്താണ് അപ്പൊ ഇങ്ങനെ വന്നേക്കണോണ്ട് ഇങ്ങനെ ഹെൽമെറ്റൊക്കെ എടുത്ത് വെക്കട്ടെ. വണ്ടിയൊക്കെ എടുത്ത് വെക്കാം. വണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ചോദിക്കാനല്ലേ. ഏഞ്ചൽ ലൈൻ AB, ഇത് ചേട്ടന്റെ പേരല്ലേ? നമുക്ക് ഇതിനെ കുറിച്ചാണ് അറിയണത്. എങ്ങനെ നമ്മുടെ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് ആണല്ലോ ഇത്. ഇതില് ചേട്ടന്റെ പേര് എങ്ങനെ വന്നു? അത് എന്താണെന്നറിയാമോ, ഇത് 2020 ഇതൊരു ലൈൻ AB വന്നതാണ്. ലൈൻ AB എന്ന് പറഞ്ഞാൽ ഇത് ഒരു 10-20 ഇപ്പോൾ 10-20 ട്രാൻസ്ഫോമറിലേക്കാണ് അതിന്റെ ലൈൻ പാസ് ചെയ്ത് പോകുന്നത്. നേരത്തെ ഒരു 5ഓളം ട്രാൻസ്ഫോമർ ഉണ്ടായുള്ളൂ. 5 അതിൽ കൂടുതൽ ഉണ്ടായില്ല മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോ. അപ്പൊ ഇപ്പൊ അത് കൂടി ഒരു 20-21ഓളം ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇടയാർ സബ്സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് വന്ന ലൈനാണ്. അപ്പൊ അത് നേരിട്ട് വന്ന ലൈൻ ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇതിനു മുമ്പും ഒരുപാട് ട്രാൻസ്ഫോമറുകൾ ഇരിപ്പുണ്ട്. അപ്പൊ എന്തെങ്കിലും അപ്പുറത്തൊരു മെയിൻ്റെനൻസ് വരുമ്പോൾ എന്താണ് എല്ലാ ട്രാൻസ്ഫോമറും ഓഫായി പോകില്ലേ? ഇത് മെയിൻ ലൈൻ ഓഫ് ചെയ്യുമ്പോൾ എല്ലാം ഓഫായി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ AB വെച്ചേക്കുന്നത് ലൈന്. ഇത് 2000 വെച്ചതാണ്. ഏകദേശം കുറെ വർഷങ്ങൾക്ക് മുമ്പ്. ഞാനിപ്പോ സർവീസിൽ റിട്ടയർ ആയി, എന്നാലും അതിന് 10 മുമ്പ് വെച്ചാണ്. അന്നേരത്ത് ഞങ്ങളുടെ സെൻട്രൽ സിസ്റ്റം നോക്കണം. അപ്പൊ ഞാനും എന്റെ ഒരു സുഹൃത്ത് സതീഷ്, അങ്ങനെ അജിത്ത്, അങ്ങനെ എല്ലാരും കൂടിയാണ് ഇവിടെ മുതൽ ഈ ഗോഡൌൺ മുതൽ അങ്ങറ്റം വരെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അന്നേരത്ത് ആണ് ഇത് വന്നത്. അപ്പൊ ഒരു ബാബു സാലി എന്നൊക്കെ പറഞ്ഞ ഒരു കോൺട്രാക്ടിലെ ആൾക്കാരാണ് ഇത് ശരിയാക്കിയത്. അപ്പൊ അന്നേരത്ത് ഞാനിവിടെ ഉണ്ട്. അപ്പൊ എല്ലാ സാങ്കേതിക സഹായങ്ങളും ബാക്കിയുള്ള നമ്മളെ ഹെൽപ്പൊക്കെ നമ്മൾ അന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്നിരുന്ന വെച്ചാൽ ഒരു പരമേശ്വരൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരു AI ഇതിന് എന്റെ പേര് പറഞ്ഞു. നമ്മൾ അന്നും ഇന്നും ഒക്കെ അന്നും ഇന്നും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്നാലും സർവീസിന് പിരിയണം. 29 വർഷം കഴിഞ്ഞ് സർവീസ്. അപ്പൊ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുള്ളതാണ് എന്റെ വിശ്വാസം. അതാണ്. അപ്പൊ അന്ന് വേറെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി. പക്ഷെ എന്നാലും എന്നോടുള്ള മേലധികാരികളുടെ സ്നേഹവും എന്റെ സഹപ്രവർത്തകരുടെ സ്നേഹവും ഒക്കെ കൂടിയിട്ടാണ് ഇതിന് ആ പേര് വന്നത്. ഈ AB വന്ന ശേഷം വന്നതാണ് ആ ട്രാൻസ്ഫോമർ. അതും ഞാനും ഇവിടുന്ന് പോയ സമയത്താണ്. ഞാനിവിടെ പോയ സമയത്താണ് ഈ സാധനം വരുന്നത്. അപ്പൊ ഞാൻ ഇടയാറ് സെക്ഷനിലൊക്കെ ഉള്ളപ്പോ എന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ഉള്ളപ്പോ ഉണ്ട് ഇത്, എന്നാലും ഇതിന് പേരൊന്നും ഇട്ടിട്ടുണ്ടായില്ല. അപ്പൊ ഇത് ABയും ഇങ്ങനത്തെ ഒരു ABയും കൂടെ ഉള്ളതുകൊണ്ട് ഇതിനും കൂടെ എന്റെ പേര് ഇട്ടെന്ന് പറയാനായിട്ട്. അപ്പൊ അതൊരു എന്നോടുള്ള സ്നേഹം. ഏഞ്ചൽ തന്നെയാണ് അതിന് വിട്ടത്. കാരണം അപ്പൊ അതിന്റെ ഈ ഇവിടെ സൈഡിൽ തന്നെ വന്ന ട്രാൻസ്ഫോമർ ആണല്ലോ. അപ്പൊ അതിനും എന്റെ പേര് തന്നെ ഇരിക്കട്ടെ എന്ന്. പിന്നെ അത് മാറിപ്പോയി കഴിയുമ്പോഴത്തേക്കും അതൊരു വേറെ ആവുമല്ലോ. അപ്പൊ അതും കൂടി കൊണ്ടായിരിക്കണം ഇങ്ങനെ വന്നത്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു 20 വർഷങ്ങൾക്ക് മുമ്പാണ്. 20 ഇപ്പൊ നോക്കണേ, 2000 വന്നാണ്. അപ്പൊ ഒരു 25 വർഷത്തോളം ഇപ്പൊ ആയിരുന്നാവും. ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എന്റെ പേര് തന്നെ ഇതിനുള്ളതിന് പറയുമ്പോ നമുക്കൊരു ശരിക്കും പറഞ്ഞ സന്തോഷം. കാരണം അവർക്ക് നമ്മളുള്ള അതെ, അതെന്താന്നറിയാമോ, ജീവനക്കാർക്ക് എപ്പോഴും പേരുന്നത് കുറവാണ്. അല്ലാതെ പുറത്തുള്ള ആൾക്കാരുടെ പേരൊക്കെ സാധാരണ വരാറുണ്ട്. ഓരോ ഏരിയയില് കുറച്ച് എന്താണ് ഇതായിട്ടുള്ള ആൾക്കാർ, കുറച്ച് നല്ല അല്ലെ, കുറച്ച് പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പേരിടാറുണ്ട്, നല്ലതിലും ഇടാറുണ്ട്. പക്ഷെ ഞാനൊരു തുലവും തുച്ഛനായ ഒരു ജീവനക്കാരന്റെ പേര് അത് ഇട്ടപ്പ എന്റെ ജോലിയുള്ള ആത്മാർത്ഥത കൊണ്ടായിരിക്കാം
പിന്നെ ബാക്കിയുള്ളവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, അത് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, സ്നേഹമാണ് എല്ലാവർക്കും. കാരണം എന്റെ റിട്ടയർമെന്റിനും അത് ഞാൻ അനുഭവിച്ച ആളാണ്. ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഇപ്പോഴും അപ്പോഴും ഒക്കെ നമ്മളോട് സ്നേഹമാണ് ഭയങ്കര. പിന്നെ നമ്മൾ ജോലിയിൽ ഒരുപാട് പേരെയൊക്കെ എന്നാലും ആവുന്നതിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചേട്ടാ എനിക്കൊരു സംശയം, 7 വർഷമായി റിട്ടയർമെന്റ്. അപ്പൊ ചേട്ടന് എത്ര വയസ്സായിട്ടുണ്ടാവും? അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അതെനിക്കൊരു നാക്കുപഴ പറ്റിയതാണ്. കാരണം എന്താ പറയുമോ, 7 വർഷമല്ല 7 മാസം ഞാൻ കഴിഞ്ഞ മെയിലാണ് റിട്ടയർ ആയത്. ഞങ്ങൾക്ക് 56 വയസ്സിലാണ് റിട്ടയർമെന്റ്. അപ്പൊ 7 മാസമേ ഉള്ളൂ റിട്ടയർമെന്റ്. ചേട്ടനെ കണ്ട ഈ 56 വയസ്സായിരുന്നു തോന്നൂല കേട്ടോ. അയ്യോ, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ടെൻഷൻ ഇല്ല. കാരണം എല്ലാരും, ഞാൻ പറഞ്ഞില്ല, എല്ലാവരോടും സ്നേഹം, നിങ്ങൾക്ക് നമ്മളോട് സ്നേഹമല്ലേ. പിന്നെ എപ്പോഴും ചിരിച്ച് ഒരു വാക്ക് പറഞ്ഞ ഒരു 2 ചിരി എക്സ്ട്രാ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ചിരിച്ച്. കാരണം നമ്മൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മളോട് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, എടുത്തെടുത്ത് പറയേണ്ട വരും, ഭയങ്കര സ്നേഹമാണ്. കാരണം നാട്ടുകാർക്കാണെങ്കിൽ വീട്ടിൽ ഞാൻ ആരെയും വെറുപ്പിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ അത് പറ്റിപ്പോയാണ്. 7 വർഷമല്ല 7 മാസം 7 മാസം റിട്ടയർ ആയിട്ട് പോകുന്നത്. ഈ സെക്ഷനിൽ നിന്ന് തന്നെയാണ് റിട്ടയർ ആയി പോകുന്നത്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെറുപ്പമായിട്ടിരിക്കണ എന്താന്ന് ചോദിച്ചു, അത് എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ടും കൂടിയാണ്. പിന്നെ ഇത്ര നേരം ചേട്ടന്റെ ട്രാൻസ്ഫോമറും ജോലിനെ പറ്റിയൊക്കെയല്ല പറഞ്ഞത്, നമുക്ക് ഫാമിലിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചാൽ. അത് നമുക്ക് വെയിലത്ത് നിൽക്കണോ, നമുക്ക് എങ്ങനെയാലും കേക്കട്ടെ ചേട്ടന്റെ ഫാമിലിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ. നമ്മ അത് ട്രാൻസ്ഫോമറിന്റെ കാര്യം മാത്രമല്ലേ പറഞ്ഞോളൂ അല്ലേ, ഏബിഡിയൻ ട്രാൻസ്ഫോമറിന്റെ കാര്യം. എന്റെ ഫാമിലി എന്ന് പറഞ്ഞാല് എന്റെ അമ്മ 88 വയസ്സായി. 88 വയസ്സുള്ള അമ്മ, പിന്നെ ഭാര്യ, പിന്നെ 3 പെൺകുട്ടികൾ. അതിൽ ഒരു മോളുടെ കല്യാണം ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞോളൂ, കഴിഞ്ഞ 15-ാം തീയതി ആയിരുന്നു കല്യാണം. അപ്പൊ മക്കളും ഭാര്യയും അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും. ഇപ്പൊ എവിടെയെങ്കിലും ഡ്രസ് ഇട്ട് പോണതിനാണെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും പിള്ളേരാണ്. ഇപ്പൊ എനിക്കല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഒന്നും ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അമ്മ എന്തിനാ ഇത്ര വയസ്സായപ്പോ ഇങ്ങനെ അടിപൊളിയായിട്ടൊക്കെ നടക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിള്ളേർക്ക് നിർബന്ധമാണ്. പിള്ളേര് പറയണ ഇപ്പോഴാണ് അപ്പ മര്യാദ നടക്കേണ്ടത്. ഇനിയിപ്പോ സർക്കാർ നമുക്ക് റിട്ടയർമെന്റ് തന്നേക്കണാണ്. ആ റിട്ടയർമെന്റ് ലൈഫാണ് ശരിക്കും നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പൊ റിട്ടയർമെന്റ് ലൈഫ് കാരണം എന്താ പറയുമോ, ഇവര് സാധാരണ ആൾക്കാർ എന്താ ചെയ്യണത്, റിട്ടയർ ആയി കഴിഞ്ഞിട്ടും ജോലിക്ക് പോകും വേറെ. ശരിക്കും സർക്കാർ ജീവനക്കാരിക്കട്ടാ പറയണത്, ഒരു റിട്ടയർമെന്റ് ലൈഫ് എന്നത് നമുക്ക് എന്താണ് ജീവിക്കാൻ പറ്റണ പെൻഷനും, ഇപ്പൊ ഞാൻ KCBയിലല്ലേ, ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പെൻഷനൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള ചെറുപ്പക്കാരും കൂടി ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോണതിനോട് എനിക്കൊരു താല്പര്യമില്ല. കാര്യം നമ്മ പിന്നെയും അതിനകത്ത് കയറുന്ന എനിക്ക് തന്നെ ജോലി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈം പാസിന് വേണ്ടി, ഞാനിപ്പോ ടൈം പാസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്ഥലത്തൊക്കെ ടൂറൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. അടിച്ചു പൊളിക്കുന്നുണ്ട് ഇപ്പൊ, കുഴപ്പം ഒരു ഇതില്ലാതെ. ഞങ്ങളുടെ ഒരു യോഗ ക്ലാസ് ഉണ്ട്, അതിനകത്തൊക്കെ ഞങ്ങൾ അവരെ കൂടിയൊക്കെ ടൂർ പോകും. പിന്നെ എന്താ 10ാം ക്ലാസ്സുകാരുടെ ഒരു ഗ്യാങ് ഉണ്ട്, അടിപൊളി ഗ്യാങ് ആണ്. ഞങ്ങൾ 10ൽ പഠിച്ച ആൾക്കാരുടെ ഗ്യാങ്. അതിനകത്തൊരു ആന്റണി PG എന്നൊക്കെ ആളുണ്ട്, അതൊക്കെ പേശക മനുഷ്യനാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ. പിന്നെ റോളി, അതെ അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. പിന്നെ റോളി, അങ്ങനെ പായസ്, സുരേഷ്, അങ്ങനെ കുറെ അങ്ങനെ പേര് പറയാൻ എനിക്ക് ഇഷ്ടമാണ്. ഹൈലി അങ്ങനെ പോണ ഒരുപാട് ആൾക്കാർ. പിന്നെ ഞങ്ങളുടെ ഇവിടുന്ന് വന്ന ഒരാളുണ്ട്, എവിടെ നിന്നറിയാമോ, മൈസൂർ കിടക്കണ. ഞാനിപ്പോ അവിടെയൊക്കെ പോയിട്ട് വന്നാണ്. മൈസൂർ ഗോഡ്ഫ്രീ, അവരുടെ കുടുംബം, പിന്നെ ആന്റണി PGയുടെ കുടുംബം, എല്ലാരും ഞങ്ങളെയൊക്കെ സെറ്റാണ്. ഒരു ഫാമിലി. കാരണം ഒത്തിരി പേരുണ്ട്, 10 എന്തോരം പേരുണ്ട് ഞങ്ങളുടെ 10ാം ക്ലാസ് ഗ്യാങ്ങിലെ. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാനായിട്ട് നിങ്ങൾക്കും പുറടിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഞങ്ങൾ സെറ്റായിട്ട് നടക്കണോണ്ടാണ് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റണത്. അല്ലെങ്കിൽ നമ്മേണ്ടല്ല അയ്യോ എനിക്ക് ജോലി പോയേ എന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന ഇത്ര നാളൊരു ടൈം ടേബിൾ ലൈഫായിരുന്നു, ജോലി പോവാ വരാ അങ്ങനെ. പക്ഷെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞ റിട്ടയർമെന്റ് ലൈഫാ ശരിക്കും പറഞ്ഞിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യേണ്ടതെന്ന്. ടൈം ടേബിൾ ലൈഫ് അല്ലല്ലോ നമുക്ക് അതാണ് ഞാൻ കുറച്ചു നേരത്തിന് മുമ്പ് പറഞ്ഞത്. മിക്ക ആൾക്കാരും ജോലിക്ക് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ശമ്പളം കിട്ടിക്കൊണ്ടെന്ന് വെച്ചാണല്ലോ. പെൻഷൻ തന്നെ ഉണ്ട് സർക്കാർ. എന്നാലും വെറുതെ ഇരിക്കണ്ടല്ലോ. വെറുതെ ഇരിക്കാതെ നല്ലതാണത്, വെറുതെ ഇരിക്കാതിരിക്കണത്. കാരണം നമുക്ക് ആരോഗ്യം ഉണ്ടാവും. പക്ഷെ അതല്ല,
അതിന് നമുക്ക് അത്യാവശ്യം നമ്മ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു കുറച്ച് കൃഷി കാര്യങ്ങൾ അങ്ങനെയൊക്കെ പച്ചക്കറി കഴിക്കാം, അതാണ് നമ്മുടെ വീട്ടിൽ 2 കോഴീനെ വളർത്താം, പറ്റിയ ഒരു ആടിനെ വളർത്താം. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫാണ് ഇഷ്ടം. എനിക്കും അതാണ് ഇഷ്ടം. ഞാനും ഒരു ഫാമിംഗ് ആണ് ഞാനൊക്കെ അങ്ങനെ ഒത്തു വന്നാൽ ഉദ്ദേശിക്കുന്നത്. അതാണെങ്കിൽ നമ്മ അതിനകത്തേക്ക് ഇറങ്ങും. അത് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ജോലി ചെയ്തുകൊണ്ട് എൻജോയ് ചെയ്യാം. എന്താ നമുക്ക് വരുമാനവും ആവും. എനിക്ക് ഞാൻ പറഞ്ഞ സിറ്റിയിലെ ജനിച്ചു വളർന്നെങ്കിലും സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ മുഴുവൻ അങ്ങനെ ഒരു ജീവിതം. പറ്റിയ ഒരു പശുവിനെ വാങ്ങിച്ച് വളർത്തണം, കുറച്ച് കോഴി, കുറച്ച് ആട്, കുറെ കൃഷി, പച്ചക്കറി കൃഷികള്, അങ്ങനെ. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം എന്ന് പറയുമ്പോൾ അത് ആ ചിന്തയാണ് ആൾക്കാർക്ക് വേണ്ടത്. കാരണം എപ്പോഴും നമ്മൾ ഈ ജോലി 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനും ഒരു സന്തോഷം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് മക്കളും ഭാര്യയും കൂട്ടുകാരെ പോലെ തന്നെ അവരൊക്കെ ആയിട്ട് നമ്മ ഇടക്കിടക്ക് കിട്ടുന്ന സ്ഥലത്തൊക്കെ പോയി നമുക്ക് അങ്ങനെ ചെറിയ ജീവിതമല്ലേ ഉള്ളൂ, കൊച്ചു ജീവിതം. അതിനകത്ത് നമ്മ കുറെ സമ്പാദിക്കാൻ വേണ്ടി കൂട്ടി വെച്ചിട്ട് നമ്മ നാളെ ചത്തുപോയി അത് കച്ചത്തിൽ വെച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മള് ജീവിതം കിട്ടുമ്പോ തമ്പുരാൻ തന്നെ ഓടെ തമ്പുരാനാണ് നമുക്കെല്ലാം തന്നെ. തമ്പുരാന്റെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 29 വർഷമായി ഞാൻ സർവീസ് പൂർത്തിയാക്കി. 29 കൊല്ലം കുറച്ച് ദിവസങ്ങൾ കൂടി ചെയ്തിട്ട് എനിക്ക് ഇതേവരെ ഒരു അപകടവും കൂടാതെ തമ്പുരാൻ സഹായിച്ചിട്ടുണ്ട്. അപകടങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിൽ നിന്നൊക്കെ ഞാൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നതും മറ്റുള്ളവരെ ഞാൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത് തമ്പുരാന്റെ സഹായം കൊണ്ടാണ്. പിന്നെ എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ടും എന്റെ കൂട്ടുകാരുടെ സപ്പോർട്ടും അവരെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്റെ ഓഫീസിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടി കട്ടക്ക് നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അവർക്കൊക്കെ അത്രയും ഞാൻ പറഞ്ഞില്ലേ അന്നും ഇന്നും എന്നും എന്നോട് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആശിക്കുകയും ചെയ്യുന്നത്. ചേട്ടൻ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് അതനുസരിച്ചാണ് തിരിച്ചവരുടെ അതാണ് നമ്മൾ കൊടുക്കണതേ നമുക്ക് കിട്ടുള്ളൂ. അതാണ് റിട്ടേൺ അതാണ് കിട്ടുന്നത്. അപ്പൊ നമ്മ ബാക്കിയുള്ള സഹജീവികളെ എന്തോരം സ്നേഹിക്കണം അതനുസരിച്ച് നമുക്ക് അവരിൽ നിന്ന് തിരിച്ചു കിട്ടും. നമ്മ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് സ്നേഹം കിട്ടുമോന്ന് വെച്ചാൽ നടക്കൂല. അത് കിട്ടില്ല. നമ്മൾ എന്താണ് മറ്റുള്ളവരെന്ന് പ്രതീക്ഷിക്കുന്നത് അതാദ്യം നമ്മൾ ചെയ്യാം. അപ്പൊ നമുക്ക് അത് തിരിച്ച് അതേപോലെ കിട്ടും. എന്റെ ഒരു പോളിസി അതാണ് നല്ലത്. നമ്മൾ അയാള് നമ്മളെ നോക്കി ചിരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അയാളെ നോക്കി ചിരിക്കണം. എന്നാലാണ് ആ ചിരി പോലും നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. നമ്മ അയാളെ കണ്ട് മുഖം വീർപ്പിച്ച് നിന്നിട്ട് അയാൾ ചിരിക്കണം എന്ന് വാശി പിടിച്ച് നടക്കും. അത് നടക്കില്ല. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പൊ പിള്ളേരൊക്കെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവരും ഒക്കെ ഉണ്ടല്ല എന്തോരം നല്ല ആൾക്കാരുണ്ട്. അതനുസരിച്ച് വളരെ ഫാമിലി ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചി ഭാര്യ 3 മക്കള് മോള് കല്യാണം കഴിഞ്ഞു. പിന്നെ എനിക്ക് ഉള്ളത് 2 സിസ്റ്റർമാര് 1 ബ്രദർ. അതാണ് എന്റെ ഇതാണ്. ഞങ്ങൾ 4 പേരാണ്. അപ്പൊ അവരൊക്കെ വൈഫ് ഹൗസ് വൈഫാണ്. ജോലി ചെയ്യാത്ത ഒരാളെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ്. കാരണം എന്താ പറയുമ്പോ നമ്മുടെ ഇപ്പൊ ആൾക്കാരെ ഒന്നും ചിന്തിക്കാത്തൊരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്താ പറയുമ്പോ എന്റെ ചെറുപ്പത്തിലേക്ക് എന്റെ അമ്മ എന്നെ അമ്മയപ്പനൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് നോക്കിയിട്ടുള്ളതാണ്. എനിക്ക് സുഖമില്ലാതെ വന്ന അവസരത്തിലൊക്കെ അവര് ഞാൻ വലുതായിരുന്നപ്പോലെ എന്നെ എടുത്ത് തോളത്തിട്ടുണ്ടൊക്കെ പോയിട്ടുണ്ട് ആശുപത്രിയിൽ. എനിക്ക് നല്ല ഇതുള്ളപ്പോ അപ്പൊ അവരെ നമ്മുടെ ഒരു കല്യാണം കഴിച്ച് ഇതായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മക്കളെയും കൂടി അവരെ കൊണ്ട് നോക്കും. അവര് സ്നേഹത്തോടുകൂടി നോക്കിയിട്ടുണ്ട് ഇല്ലെന്നല്ല പറയണത്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത് അവരെ കൊണ്ട് ബാക്കിയുള്ള പണികളൊക്കെ ഭാര്യ ജോലിക്ക് ഇട്ടിട്ട് അവരെ കൊണ്ട് പിള്ളേരുടെ കാര്യമൊക്കെ നോക്കിക്കൊണ്ട് ശരിയല്ല. എല്ലാ സ്ഥലത്തും എന്നെ കുറിച്ച് അന്വേഷിച്ചാല് ആരും എന്നെ കുറിച്ച് ഒരു കുറ്റം പറയുമെന്നാണ് എന്റെ വിശ്വാസം. അതിന്റെ ഏറ്റവും തെളിവാണ് ട്രാൻസ്ഫോമർ, ഏഞ്ചൽ ട്രാൻസ്ഫോമർ, ഏഞ്ചൽ AB സ്വിച്ച്. അത് ഇതിനേക്കാളും വലിയ തെളിവ് വേണ്ടല്ലോ. തെളിവ് അവിടെ നിക്കണല്ലേ ഇങ്ങനെ പോസ്റ്റ്. അപ്പൊ അതൊക്കെ നമ്മുടെ കൊച്ചു ജീവിതം അങ്ങനെ അങ്ങോട്ട് തമ്പുരാന്റെ സഹായം കൊണ്ട് കുടുംബമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും സപ്പോർട്ട് ഭാര്യയാണ്. നമ്മ എവിടെ പോയാലും എന്ത് ചെയ്താലും ഭാര്യയുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. ഭാര്യയുടെ സപ്പോർട്ട് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അതുമാതിരി തന്നെയാണ് അത്. ഞാൻ എവിടെ ജോലിക്ക് പോകുമ്പോൾ അവിടെ ബാക്കിയുള്ള കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ അടിച്ചൊക്കെ പോകുമ്പോ ഒരു പ്രത്യേകതയാണ്. എന്റെ ഒരു കുറവില്ലാതെ നികത്താനൊക്കെ മക്കളെ വളർത്താനും പഠിപ്പിക്കാനും അമ്മയുടെ കാര്യം നോക്കാനും. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ എന്നെ പങ്കെടുപ്പിച്ച നിങ്ങളുടെ ചാനലിനോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം എന്നറിയാമോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ സംഭവം 2002 വന്നാണ് AB. പിന്നെ അത് ചാനലൊന്നും ഇല്ലട്ടെ, അത് വേറെ കാര്യം. പിന്നെ അത് മാത്രമല്ല നമ്മൾക്ക് ഇങ്ങനെ നമ്മൾക്കൊരു ഇതുണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല. ഞാൻ പല പ്രാവശ്യം
ഈ മേലധികാരികളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ പേരെന്ത് ചേട്ടൻ അത് മാറ്റിയേക്കെന്ന് പറഞ്ഞാൽ അവരോട് അത് ശരിയാവില്ല, അത് അവിടെ തന്നെ കിടക്കട്ടെ. അത് ബോർഡിന്റെ ഡയഗ്രാമിലൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാല് ആധികാരിക രേഖയിൽ വരെ ഏഞ്ചൽ എ ബി, ഏഞ്ചൽ ട്രാൻസ്ഫോമർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ കാര്യമല്ലേ. വേറൊരു കാര്യമുണ്ട്, സാധാരണ മിക്കവാറും ആൾക്കാർ മരിച്ചൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ ഇടുന്നത്. റോഡിന്റെ പേര് ഇതൊക്കെ ഞാൻ എന്റെ നല്ല പ്രായത്തിൽ ഇട്ടതാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ കാര്യം ഉണ്ടായത് ബോർഡിൽ. പിന്നെ വീടിന് അധികം ദൂരമില്ല, 1 കിലോമീറ്റർ ഒക്കെ വ്യത്യാസം. ഇതിനകത്തൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇത് ഞാൻ അടുത്തിടക്ക് ഞാനിപ്പോ ഈ ആന്റണി ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറയണെന്ന് ഈ അടുത്തിടക്ക് പിന്നെ ഞാൻ യൂട്യൂബിൽ ഒരു ഇങ്ങനെ കണ്ടു, ഒരു സെക്ഷൻ ഫ്യൂസിന് അവിടുത്തെ ഒരു ലൈൻമാന്റെ പേരിട്ടേക്കണം. അതിൽ നിന്നാണ് ഇതിന്റെ തുടക്കോട്ടാ. അവര് നന്നായി കിടക്കട്ടെ, അവര് നന്നായി കിടന്ന് നമുക്ക് ഓടിച്ചെന്ന് 1 രൂപയാണെങ്കിലും നമുക്ക് ചോദിക്കാലോ. അങ്ങനെ നല്ലൊരു മമ്മിയുടെയും ഡാഡിയുടെ ഒക്കെ മകളായിട്ട് ജനിച്ചതുകൊണ്ടാണ് താങ്കൾക്ക് ഇതേവരെയൊക്കെ വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ നിന്ന് സംസാരിക്കാൻ പറ്റണത്. ചേട്ടാ, അപ്പൊ മൂത്തുമോളുടെ കല്യാണം കഴിഞ്ഞില്ലേ? മോളെ കെട്ടിച്ചേക്കണ തൃപ്രയറാണ്. പക്ഷെ അവൻ ജോലി ചെയ്യണത് ഇൻഫോ പാർക്കിലാണ്. ഇൻഫോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. 3 പെൺപിള്ളേരുടെ കൂടെ ഒരു മോനും കൂടി ആയി. മകനില്ലാത്ത വിഷമം മാറി കിട്ടി. അപ്പൊ ഇത്രയും നേരം ഏഞ്ചൽ ട്രാൻസ്ഫോമറിന്റെയും AB സ്വിച്ചിന്റെയും കാര്യങ്ങളും ചേട്ടൻ്റെ വീട്ടിലെ വിശേഷങ്ങളും ഫാമിലിയെ കുറിച്ചും മക്കളെ കുറിച്ചൊക്കെ പറഞ്ഞതിനും ഞങ്ങളുടെ ഈ ചാനലിൽ ഇത്ര നേരം ചേട്ടൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയതിനും താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് നന്ദി. കാരണം നിങ്ങളുടെ ചാനലൊക്കെ ഞാൻ ഇപ്പൊ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ, എല്ലാം കാണാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. ആൾക്കാരോട് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ചാനൽ മേൽക്ക് ഉയർന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് ഫോളോവേഴ്സും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും എൻ്റെ നന്ദി.